അതിർത്തിയിലെ ഈജിപ്തിൻ്റെ സൈനിക വിന്യാസത്തിനെതിരെ കടുത്ത മുന്നറിയിപ്പുമായി ഇസ്രായേൽ. ഈജിപ്ത് ഗാസ അതിർത്തിയിൽ ഈജിപ്ത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നടത്തിയിരിക്കുന്ന സൈനിക വിന്യാസം പിൻവലിക്കണമെന്നാണ് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം ഇസ്രായേലിൻ്റെ ആവശ്യത്തെ തള്ളിക്കളയുകയാണ് കെയ്റോ ചെയ്തിരിക്കുന്നത്. റഫ അതിർത്തിയിൽ ഏത് നിമിഷവും ഒരു ആക്രമണത്തിന് സന്നദ്ധമായി കൂടുതൽ സൈന്യത്തെ കഴിഞ്ഞ 3 മാസത്തിനിടയിലാണ് ഈജിപ്ത് വിന്യസിച്ചത്. ഈജിപ്തും ഇസ്രായേലുമായുള്ള വെടിനിർത്തൽ സമാധാന കരാറിൻ്റെ ലംഘനമാണിതെന്ന് ഇസ്രായേൽ പലതവണ ആരോപണം ഉന്നയിച്ചിരുന്നു. വെടിനിർത്തൽ കരാറിൻ്റെ ലംഘനം അല്ലെങ്കിൽ മേഖലയിലെ സമാധാന കരാറിൻ്റെ ലംഘനമാണ് ഈജിപ്ത് നടപ്പാക്കുന്നത് എന്ന മുന്നറിയിപ്പാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നൽകിയത്. എന്നാൽ ഇതിൽ നിന്ന് പിന്മാറാൻ താല്പര്യമില്ലെന്നും ആ മേഖലയിൽ വിന്യസിച്ചിരിക്കുന്ന സൈന്യവും സൈനിക വിന്യാസവും അവിടെ തന്നെ ഉണ്ടായിരിക്കുമെന്നുമുള്ള നിലപാടാണ് ഇപ്പോൾ ഇസ്രായേൽ സ്വീകരിക്കുന്നത്. റഫയിൽ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്താനും റഫയെ പരിപൂർണമായി തങ്ങളുടെ അധീനതയിലാക്കാനുമുള്ള നടപടികൾ ഇസ്രായേൽ കൈക്കൊള്ളുന്ന സമയത്താണ് വീണ്ടും അതിർത്തിയിൽ ഈജിപ്തിൻ്റെ പ്രകോപനം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. റഫയെ പരിപൂർണമായും ഇസ്രായേൽ തങ്ങളുടെ അധീനതയിലാക്കി കഴിഞ്ഞിരിക്കുന്നു. റഫയിലെ കെട്ടിടങ്ങൾ ഒന്നടങ്കം എല്ലാത്തിനെയും ഇടിച്ചു നിരത്തുന്ന നടപടികളാണ് ഇപ്പോൾ ഇസ്രായേൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. റഫയിൽ നിന്ന് പൂർണ്ണമായും ഗാസക്കാരെ കുടിയിറക്കിയിരിക്കുന്നു. ഇനി റഫയിലേക്ക് തിരികെ ഒരു പാലസ്തീനിയെയും പ്രവേശിപ്പിക്കാൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല. പാലസ്തീനികൾ തിരികെ എത്താൻ ശ്രമിക്കുകയാണെങ്കിൽ റഫയെ ഒരിക്കലും വാസയോഗ്യമായ ഒരു ഭൂപ്രദേശമാക്കി അവശേഷിപ്പിക്കില്ല ഇസ്രായേൽ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഗാസയെ മാത്രമല്ല, തെക്കൻ ഗാസയെ, മധ്യ ഗാസയെ, വടക്കൻ ഗാസയെ, കിഴക്കൻ ഗാസയെ, ഗാസയുടെ മുഴുവൻ ഭൂപ്രദേശത്തെയും മനുഷ്യവാസയോഗ്യമല്ലാതാക്കി മാറ്റിക്കൊണ്ട് ഗാസയിൽ നിന്ന് പാലസ്തീനികളെ പൂർണ്ണമായും കുടിയിറക്കുകയാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം. ഇസ്രായേൽ ഇത് ചെയ്യുന്നത് അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഗാസയിൽ ഇനി പാലസ്തീനികൾ ഉണ്ടായാൽ ഹമാസ് അവിടെ രൂപപ്പെടും. ഹമാസിൻ്റെ പുൽനാമ്പുകൾ അവിടെ പൊടിച്ച് തഴച്ചു വളരും. അത് എല്ലാ കാലത്തും ഇസ്രായേലിൻ്റെ അതിർത്തികൾക്ക് വലിയ ഭീഷണി ഉയർത്തും. കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി ഇസ്രായേലി ജനത ഉറങ്ങാൻ കഴിയാതെ ഇസ്രായേൽ ജനതയുടെ സമാധാനം കെടുത്തുന്നത് ഹമാസ് എന്ന ഭീകര സംഘടനയാണ്. ആ ഹമാസ് എന്ന ഭീകര സംഘടനയുടെ സാന്നിധ്യം ഗാസയിലുണ്ടായാൽ ഇനിയും പഴയ അവസ്ഥ തന്നെയാണ് സംജാതമാവുകയെന്ന് ഇസ്രായേൽ കണക്ക് കൂട്ടുന്നു. അതുകൊണ്ട് സമ്പൂർണമായ ഹമാസിൻ്റെ പതനം, ഹമാസിനെ പരിപൂർണമായി ഗാസയിൽ നിന്നും തുടച്ചു നീക്കുക, ഹമാസ് ഇല്ലാത്ത ഒരു ഗാസയെ സൃഷ്ടിക്കുക, ഹമാസിൻ്റെ പൊടി പോലും ഗാസയിൽ ഉണ്ടാകരുത്, ഹമാസിനെ കുറിച്ചുള്ള ചിന്ത പോലും ഗാസയിൽ ഉണ്ടാകരുത്, ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഒരു ജനത ഗാസയിൽ വസിക്കരുത്. പാലസ്തീനികൾ എല്ലാ കാലത്തും ഹമാസിനെ പിന്തുണച്ചിരുന്നവരാണ്. ഹമാസിന് വെള്ളവും വളവും നൽകി ഹമാസിനെ വളർത്തിയവരാണ്. ഇപ്പോൾ മറ്റ് നിവൃത്തിയില്ലാതെ ഗതികേട് കൊണ്ട് ഹമാസിനെ തള്ളിപ്പറയുകയാണ് പാലസ്തീനികൾ. എന്നാൽ അത് പരിപൂർണമായും ഇസ്രായേൽ വിശ്വസിക്കുന്നുമില്ല. ഈ സാഹചര്യത്തിലാണ് ഗാസ ഒഴിപ്പിക്കൽ എന്ന വമ്പൻ ഓപ്പറേഷൻ ഇസ്രായേൽ നടപ്പാക്കുന്നത്. ഗാസയെ ഒഴിപ്പിച്ചെടുക്കുകയും ഗാസയെ അമേരിക്കയുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്നത് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചൊരു ആശയമായിരുന്നു. ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി 2ാമത് അധികാരമേറ്റ ശേഷം എടുത്ത ഏറ്റവും സുപ്രധാനമായ തീരുമാനങ്ങളിലൊന്നായിരുന്നു ഗാസയെ സ്വന്തമാക്കുക എന്നുള്ളത്. ഗാസയിൽ നിന്ന് പാലസ്തീനികളെ പരിപൂർണമായും കുടിയിറക്കുക, ഗാസയെ ഹമാസ് മുക്തമാക്കുക, ഗാസയെ പാലസ്തീൻ മുക്തമാക്കുക, ഗാസ എന്ന ഭൂപ്രദേശത്തെ അമേരിക്കയുടെ അധീനതയിൽ കൊണ്ടുവരിക, ഗാസയെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറ്റുക. അങ്ങനെ ഗാസയിലേക്ക് വലിയ ടൂറിസം സ്വപ്നങ്ങളാണ് ട്രംപ് സ്വപ്നം കാണുന്നത്. ഇതിനെ ഏറ്റവും അധികം എതിർത്ത 2 രാജ്യങ്ങൾ, ഒന്ന് ഈജിപ്തും ജോർദാനുമായിരുന്നു. എന്നാൽ ആ ഈജിപ്തിനോട് അമേരിക്ക പറയേണ്ട രീതിയിൽ പറഞ്ഞപ്പോൾ 5 ലക്ഷം ഗാസക്കാരെ ഏറ്റെടുക്കാമെന്ന് ഈജിപ്ത് പിന്നാലെ അറിയിക്കുകയായിരുന്നു. എന്നാൽ ചില പ്രത്യേക നിബന്ധനകൾ ഈജിപ്ത് അമേരിക്കയ്ക്ക് മുന്നിൽ വച്ചു. ഗാസയിൽ നിന്നും ഇസ്രായേലി സൈന്യം പരിപൂർണമായും പിന്മാറണം, ഗാസയിലെ ഒരു കാര്യങ്ങളിലും ഇസ്രായേലിൻ്റെ ഇടപെടൽ ഉണ്ടാകരുത്, ഗാസയെ പാലസ്തീൻ മുക്തമാക്കാൻ പാടില്ല, ഗാസയിലെ പാലസ്തീനികളെ ഘട്ടം ഘട്ടമായി മറ്റ് രാജ്യങ്ങൾ ഏറ്റെടുക്കുകയും ഗാസയുടെ പുനർനിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം അവരെ തിരികെ ഗാസയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക തുടങ്ങിയവയായിരുന്നു ഈജിപ്ത് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ. എന്നാൽ ഈജിപ്തിൻ്റെ നിർദ്ദേശങ്ങളെ ചെവിക്കൊള്ളാൻ അമേരിക്കയോ ഇസ്രായേലോ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇപ്പോൾ ഏറ്റവും നിർണായകമായ ഒരു നീക്കമാണ് നടക്കുന്നത്.
ഗാസ അതിർത്തിയിലേക്ക് ഈജിപ്റ്റ് വൻതോതിലുള്ള സൈനിക വിന്യാസം നടത്തിയിട്ട് മാസങ്ങളായി. ആ സൈന്യത്തെ പിൻവലിക്കണമെന്നും ഇല്ലെങ്കിൽ ആക്രമണം ഉണ്ടാകുമെന്നും ഇസ്രായേൽ അന്ന് തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതാ റഫയിൽ നടപടികൾ ഇസ്രായേൽ കടുപ്പിക്കുമ്പോൾ ഗാസ അതിർത്തിയിൽ വീണ്ടും സേനാ വിന്യാസം ശക്തമാക്കുകയാണ് ഈജിപ്റ്റ്. ഈജിപ്തിൻ്റെ ഈ ചതിക്കെതിരെ ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടാകുമോ? കൊടും ചതിയന്മാരാണ് ഈജിപ്തുകാരെന്ന് ഇസ്രായേലി സേന പലതവണ വിളിച്ചു പറഞ്ഞിട്ടുള്ളതാണ്. ഗാസയിൽ ഇനി പാലസ്തീനികൾ ഉണ്ടായാൽ ഹമാസ് അവിടെ രൂപപ്പെടും. ഹമാസിൻ്റെ പുൽനാമ്പുകൾ അവിടെ പൊടിച്ച് തഴച്ചു വളരും. അത് എല്ലാ കാലത്തും ഇസ്രായേലിൻ്റെ അതിർത്തികൾക്ക് വലിയ ഭീഷണി ഉയർത്തും. കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി ഇസ്രായേലി ജനത ഉറങ്ങാൻ കഴിയാതെ ഇസ്രായേൽ ജനതയുടെ സമാധാനം കെടുത്തുന്നത് ഹമാസ് എന്ന ഭീകര സംഘടനയാണ്. ആ ഹമാസ് എന്ന ഭീകര സംഘടനയുടെ സാന്നിധ്യം ഗാസയിലുണ്ടായാൽ ഇനിയും പഴയ അവസ്ഥ തന്നെയാണ് സംജാതമാവുകയെന്ന് ഇസ്രായേൽ കണക്ക് കൂട്ടുന്നു. അതുകൊണ്ട് സമ്പൂർണമായ ഹമാസിൻ്റെ പതനം, ഹമാസിനെ പരിപൂർണമായി ഗാസയിൽ നിന്നും തുടച്ചു നീക്കുക, ഹമാസ് ഇല്ലാത്ത ഒരു ഗാസയെ സൃഷ്ടിക്കുക, ഹമാസിൻ്റെ പൊടി പോലും ഗാസയിൽ ഉണ്ടാകരുത്, ഹമാസിനെ കുറിച്ചുള്ള ചിന്ത പോലും ഗാസയിൽ ഉണ്ടാകരുത്, ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഒരു ജനത ഗാസയിൽ വസിക്കരുത്. പാലസ്തീനികൾ എല്ലാ കാലത്തും ഹമാസിനെ പിന്തുണച്ചിരുന്നവരാണ്. ഹമാസിന് വെള്ളവും വളവും നൽകി ഹമാസിനെ വളർത്തിയവരാണ്. അതായത് ഗാസയിൽ ഇസ്രായേലിൻ്റെ കൊടിയ ആക്രമണം നടക്കുന്ന ഘട്ടത്തിൽ ബന്ദികൾക്കൊപ്പം ഹമാസിൻ്റെ ഭീകരന്മാർക്ക് ഒളിയിടമൊരുക്കിയ രാജ്യം ഈജിപ്റ്റാണ്. ഗാസയിൽ ഒരിടത്തും തന്നെ ഹമാസിൻ്റെ ഭീകരന്മാർക്ക് ഒളിച്ചിരിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഈ ബന്ദികളെ ഒളിപ്പിക്കാനും കഴിയുമായിരുന്നില്ല. അന്നൊക്കെ ഈജിപ്റ്റ് അതിർത്തി തുറന്നു കൊടുത്ത് ഈജിപ്തിനുള്ളിലാണ് ഈ ഒളിയിടമൊരുക്കിയത്. ഹമാസിൻ്റെ ഭീകരന്മാർക്ക് ഒളിയിടമൊരുക്കാനും ബന്ദികളെ ഒളിച്ച് സൂക്ഷിക്കാനുമുള്ള അവസരം നൽകിയ ഈജിപ്റ്റ് അന്ന് ഇസ്രായേലിനോട് ചെയ്തത് കൊടും പാതകമാണ്, കൊടും ചതിയാണ്. ആ ചതിക്ക് പകരം വീട്ടുമെന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതാ റഫ അതിർത്തിയിലേക്കുള്ള ഗാസ അതിർത്തിയിലേക്കുള്ള ഈജിപ്തിൻ്റെ ഈ സേനാ വിന്യാസത്തെ അതീവ ഗൗരവത്തോടു കൂടിയാണ് ഇസ്രായേൽ കാണുന്നത്. ഏത് നിമിഷവും ഇസ്രായേലിൻ്റെ ഒരു ആക്രമണം ഈജിപ്തിലേക്ക് ഉണ്ടാകാം. അതിന് അമേരിക്കയുടെ പിന്തുണയുണ്ടാകാം. റഫയിൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടിയിൽ ആകെ പരിഭ്രാന്തരാണ് ഈജിപ്റ്റ്. റഫയിൽ നിന്നുള്ള ഫിലാഡൽഫി കോറിഡോറാണ് ആകെ ഗാസയെയും ഈജിപ്തിനെയും ബന്ധിപ്പിക്കുന്ന ഒരിടനാഴി. അതിപ്പോൾ ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലാണ്. റഫയെ വേർതിരിച്ചുകൊണ്ട് ഒരു ബഫർ സോൺ സൃഷ്ടിക്കാനാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ നീക്കം. അങ്ങനെ ബഫർ സോൺ സൃഷ്ടിച്ചുകൊണ്ട് ഈ പറയുന്ന ഫിലാഡൽഫി ഇടനാഴിയെ പരിപൂർണമായും കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് ഈജിപ്തും ഗാസയുമായുള്ള ബന്ധത്തെ പരിപൂർണമായും പിഴുതെറിയുകയാണ്, അറുത്തുമാറ്റുകയാണ് ഇസ്രായേലി സൈന്യം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.